ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് ഓപ്പൺ റാലി വന്നിരിക്കുകയാണ്. വളരെ റെയറായിട്ടാണ് ഓപ്പൺ റാലി ഇന്ത്യൻ എയർഫോഴ്സ് സംഘടിപ്പിക്കാറ്. കാരണം ഇത്തവണ ഇന്ത്യൻ എയർഫോഴ്സിലേക്കുള്ള എക്സ് ഗ്രൂപ്പ്, വൈ ഗ്രൂപ്പ് മെഡിക്കൽ അസിസ്റ്റന്റിന്റെ ആപ്ലിക്കേഷൻ, ഓൺലൈൻ ആപ്ലിക്കേഷൻ ഓൾറെഡി സ്റ്റാർട്ടായി, അത് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. അടുത്ത മാസം സെപ്റ്റംബർ 25 ഇതിന്റെ എക്സാം നടക്കാൻ പോവുകയാണ്. അതിനിടയിലാണ് ഇത്തവണ വൈ ഗ്രൂപ്പിലേക്ക് ഓപ്പൺ റാലി ഇന്ത്യൻ എയർഫോഴ്സ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിനർത്ഥം തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും, കഴിഞ്ഞ നമ്മുടെ 31 ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട എക്സ് ഗ്രൂപ്പ്, വൈ ഗ്രൂപ്പ് മെഡിക്കലിലേക്ക്. എന്നിരുന്നാൽ പോലും അത് ഓഗസ്റ്റ് 4 നീട്ടിക്കൊണ്ടായിരുന്നു ഇന്ത്യൻ എയർഫോഴ്സ് ആപ്ലിക്കേഷൻ നീട്ടിക്കൊണ്ട് അതിൻ്റെ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ ചെയ്തിട്ടുള്ളത്. ഇതിനർത്ഥം എന്നുള്ളത് മാക്സിമം ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ അഗ്നിവീർ എന്ന കാറ്റഗറി പ്രതീക്ഷിച്ചുകൊണ്ട്, ഇപ്പോൾ നോക്കുകയാണെങ്കിൽ മെഡിക്കൽ അസിസ്റ്റന്റ് കാറ്റഗറി എന്നുള്ളത് പെർമനന്റ് പോസ്റ്റാണ്. പക്ഷേ മാക്സിമം കുട്ടികളും കരുതുന്നത് ഇതും അഗ്നിവീർ തസ്തികയിലേക്കാണ് എന്നുള്ളത് കൊണ്ട് ആപ്ലിക്കേഷൻ കൊടുക്കാതെ വെച്ചു. അതുകൊണ്ടായിരിക്കാം ഇന്ത്യൻ എയർഫോഴ്സ് 4 ദിവസത്തേക്ക് ആപ്ലിക്കേഷൻ്റെ ഡേറ്റ് തന്നെ നീട്ടിയത്. അതിനിടയിലാണ് ഇപ്പോൾ ഓപ്പൺ റാലി ചെന്നൈയിൽ വെച്ചാണ് നടക്കാൻ പോകുന്നത്. 8th എയർമാൻ സെലക്ഷൻ ട്രെയിനിങ് സെൻറ്റർ, താമ്പരം, ചെന്നൈ. ഏകദേശം നമ്മുടെ ചെന്നൈ സെൻട്രലിൽ നിന്നും 1 മണിക്കൂറിൻ്റെ യാത്രയാണ് ഈ ഒരു എയർഫോഴ്സ് സ്റ്റേഷനിലേക്കുള്ളത്. അവിടെ വെച്ചാണ് ഇതിൻ്റെ ഓപ്പൺ റാലി സംഘടിപ്പിക്കുന്നത്. ഈ ഓപ്പൺ റാലിക്കകത്ത് 50% കൂടി നിങ്ങൾ +2 പാസ്സായ ആൺകുട്ടിയായാലും ശരി, പെൺകുട്ടിയായാലും ശരി, ടോട്ടൽ 50%. അതുപോലെ തന്നെ ഇംഗ്ലീഷ് സബ്ജക്റ്റിൽ 50% കമ്പൽസറിയാണ്. വിഷയം ഏതായാലും ശരി, സയൻസ് ആയിക്കോട്ടെ, കോമേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ. ആൺകുട്ടികൾക്ക് ഈ മാസം, അതായത് 30-31 ഓഗസ്റ്റിനാണ് നടക്കാൻ പോകുന്നത്. പെൺകുട്ടികൾക്കാണെങ്കിൽ 5-6 സെപ്റ്റംബർ മാസത്തിൽ. നല്ലൊരു അവസരമാണ്. കാരണം ഇതിൻ്റെ മെയിൻ ക്രിറ്റീരിയ നോക്കുകയാണെങ്കിൽ ഹൈറ്റ് 152 സെൻറ്റിമീറ്റർ മാത്രം മതി ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും. അതുപോലെ തന്നെ ചെസ്റ്റ് ആണെങ്കിൽ ബാക്കി നമ്മൾ നോക്കുകയാണെങ്കിൽ 80-85 അല്ലെങ്കിൽ 90-95 ആണ് ചോദിക്കുന്നതെങ്കിൽ ഇത്തവണ എയർഫോഴ്സിലേക്ക് 77, അതുപോലെ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ 5, 77-82 ചെസ്റ്റ് സൈസ് മാത്രം മതി ഇതിലേക്ക് സെലക്ഷൻ, അതായത് ക്വാളിഫിക്കേഷൻ ആവാൻ വേണ്ടി. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത്, ഇതൊരു 1 ഡേ പ്രൊസീജിയർ മാത്രമായിരിക്കും. സ്റ്റാർട്ടിങ്ങിൽ ഫിസിക്കൽ ടെസ്റ്റാണ്, 1600 മീറ്റർ റണ്ണിങ് ആയിരിക്കും. അതുപോലെ തന്നെ സ്കോട്ടപ്പ്, സിറ്റപ്പ്, ഇത്തരം കാര്യങ്ങളായിരിക്കും ഫിസിക്കൽ ടെസ്റ്റിനകത്ത് വരുന്നത്. അത് കഴിഞ്ഞ ഉടനെ തന്നെ റിട്ടേൺ എക്സാമിനേഷൻ ക്ലിയർ ചെയ്ത ഉദ്യോഗാർത്ഥികളെ നേരെ AT അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് 1, അതുപോലെ തന്നെ AT 2 അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് 2, ഈ 2 പ്രൊസീജിയറും പിന്നെ മെഡിക്കൽ എക്സാമിനേഷൻ. ഇങ്ങനെ 5 പ്രൊസീജിയറിലായിട്ടായിരിക്കും നിങ്ങളുടെ എക്സാമിനേഷൻ്റെ പ്രോസസ്സ് നടക്കാൻ പോകുന്നത്. ഇതിനകത്ത് കേരള, കർണാടക 2 സ്റ്റേറ്റിലെ ഉദ്യോഗാർത്ഥികൾ എല്ലാ ജില്ലയിലും, അതായത് കേരളത്തിലെ ആയിക്കോട്ടെ അല്ലെ കർണാടകത്തിലെ 2 ദിവസങ്ങളിലായിട്ട് 30-നും 31-നായിട്ടാണ് 2 സ്റ്റേറ്റിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിൻ്റെ എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത്. നല്ലൊരു കോമ്പറ്റീഷൻ ഉണ്ടാകും. വിത്തൗട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് പോകുന്ന ഒരു ഉദ്യോഗാർത്ഥികൾക്ക് വളരെ ടഫ് ഉള്ള ഒരു കാര്യം തന്നെയായിരിക്കും ഇത് നേടുക എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ പോകുന്നതിന് മുന്നേ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് നിങ്ങളുടെ മെഡിക്കലുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ്. അത് നമ്മുടെ കണ്ണിൻ്റെത്, ലോങ് സൈറ്റ്, ഷോർട്ട് സൈറ്റ് ഉള്ള ഉദ്യോഗാർത്ഥികളിന് പോയിട്ട് തന്നെ കാര്യമില്ല. അതുപോലെ തന്നെ ഫ്ലാറ്റ് ഫുട്ട്, നോക്നി, ഇത്തരം കാര്യങ്ങളിൽ ഉദ്യോഗത്തെ മാക്സിമം അവർ ഔട്ട് ചെയ്യുന്നതായിരിക്കും. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പോകുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ ടീത്ത്, അതായത് പല്ല് ക്ലീൻ ചെയ്ത് പോവുക. അതുപോലെ തന്നെ ചെവി, ഇയർ വാക്സ് ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്ത് പോവുക എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു 2 കാര്യം നിങ്ങൾ അവിടെ പോകുന്നതിന് മുന്നേ തന്നെ ക്ലിയർ ചെയ്ത് പോവേണ്ടതാണ്. ബാക്കി ഡോക്യുമെൻറ്റേഷനാണ്. ഡോക്യുമെൻറ്റേഷൻ്റെ അകത്ത് നിങ്ങൾ കൊണ്ടുപോകേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അതിന് തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്, SLC ബുക്ക്, അതുപോലെ തന്നെ +2 സർട്ടിഫിക്കറ്റ്, കൂടെ തന്നെ ആധാർ കാർഡ്, പിന്നെ 10 ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ ഉള്ള 10 കോപ്പിയാണ് ഫോട്ടോസിൻ്റെ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ 10 ആണ് വേണ്ടത്. ഡൊമസൈൽ സർട്ടിഫിക്കറ്റ്, അതും ഒറിജിനലാണ് വേണ്ടത്. അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ, അതായത് SSLC, +2, ഡൊമസൈൽ, ആധാർ കാർഡ്, പിന്നെ NCC C സർട്ടിഫിക്കറ്റ്, A സർട്ടിഫിക്കറ്റ്, B സർട്ടിഫിക്കറ്റ്, ഏത് സർട്ടിഫിക്കറ്റ് ആയാലും അതിൻ്റെയും ഒറിജിനൽ പ്ലസ് ഫോട്ടോ കോപ്പി, ഇതിൻ്റെ എല്ലാം 4 കോപ്പി വീതം, സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള 4 കോപ്പി വീതം നിങ്ങൾ കരുതേണ്ടതാണ്. ഇത്രയും ഡോക്യുമെൻ്റാണ് നിങ്ങൾ ഇതിൻ്റെ കൂടെ കൊണ്ടുപോകേണ്ടത്. പിന്നെ പാൻ കാർഡ്, അതൊക്കെ സെലക്ഷൻ പ്രൊസീജിയർ, നിങ്ങൾ സെലക്ഷൻ ആവുകയാണെങ്കിൽ അതിനുശേഷം അത് പറയുന്നതായിരിക്കും. കാരണം 18 വയസ്സിന് മേലെയുള്ളവർക്ക് മാത്രമേ പാൻ കാർഡ് ലഭിക്കുന്നുള്ളൂ. അവിടെ റിപ്പോർട്ട് ചെയ്യേണ്ട ടൈം കൊടുത്തതിന് 30-ാം തീയതി രാവിലെയാണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ, കാരണം അറ്റ്ലീസ്റ്റ് 1 മണി എന്ന സമയത്ത് തന്നെ നിങ്ങൾ പോവുകയാണെങ്കിൽ വളരെ റഷ് ഉണ്ടാകും. കാരണം 2 സ്റ്റേറ്റിലുള്ളത് കൊണ്ട് നല്ല ഉദ്യോഗാർത്ഥികൾ തന്നെയാണ്. കാരണം കോമ്പറ്റീഷൻ വളരെയധികം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ആയതിനാൽ എത്രയും പെട്ടെന്ന് തന്നെ, അതായത് ഏർലി മോർണിംഗ് തന്നെ നിങ്ങൾ ഫ്രഷ് ആയിക്കൊണ്ട് അവിടെ ചെന്ന് റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. 100-150 ഉദ്യോഗാർത്ഥികളെ വെച്ചായിരിക്കും അവർ റണ്ണിങ് ചെയ്യാൻ പോകുന്നത്.
അതിൽ നിന്നും നിങ്ങൾ ഈ ഒരു ടൈമിനകത്ത് ക്വാളിഫിക്കേഷൻ ആവുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് അവർ മാറ്റി ചെയ്യുന്നതാണ്. പിന്നെ ഫിസിക്കൽ ടെസ്റ്റിനകത്ത് നമ്മുടെ ചെസ്റ്റ് മെഷർമെൻറ്റ്, ഹൈറ്റ്, വെയിറ്റ്, ഇതൊക്കെ വെയിറ്റ് എന്നുള്ളത് നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ചിട്ട് ഏജിനനുസരിച്ചിട്ടുള്ള എയർഫോഴ്സിൻ്റെ ഇതിൻ്റെ റൂൾസിൽ പറഞ്ഞിട്ട് അതിനനുസരിച്ചായിരിക്കും നിങ്ങൾ വെയിറ്റ് നോക്കുന്നത്. അടുത്താണ് ചെസ്റ്റിൻ്റെത് നിങ്ങൾ പല വീഡിയോസിൽ നോക്കിയാൽ മനസ്സിലാകുന്നത് എങ്ങനെയാണ് ചെസ്റ്റ് മെഷർമെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത്, അതുപോലെ തന്നെ എക്സ്പാൻഡ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അതിൻ്റെ പ്രാക്ടീസ് ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. നല്ലൊരു അവസരമാണ്. കാരണം ഈ ഒരു ഹൈറ്റ് മെയിനായിട്ട് ഇതിൻ്റെ 152 സെൻറ്റിമീറ്റർ ഹൈറ്റ് എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ക്രൈറ്റീരിയ എന്നുള്ളത്. കാരണം ഇതിനെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ, കാരണം പല ഉദ്യോഗാർത്ഥികളും ഹൈറ്റിൻ്റെ ഒരു ഇഷ്യൂ കാരണം ഇന്ത്യൻ ആർമിയിലേക്ക് പോകാൻ പറ്റാത്തൊരു സാധ്യത നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എയർഫോഴ്സിലേക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ നേവിയിലായിക്കോട്ടെ, ഈ ഒരു 157 ആയിരുന്നു ആൺകുട്ടികൾക്ക് വേണ്ടത്. പക്ഷേ ഇത്തവണ അവർ 152 മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അതിനാൽ ഈ ഒരു ചാൻസ് മാക്സിമം നഷ്ടപ്പെടുത്താതെ നമുക്ക് ചുമ്മാ ഒന്ന് പോയിട്ട് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കാൻ പറ്റും. പിന്നെ വേറെ എന്നുള്ളത് നിങ്ങൾക്ക് ഇതിൻ്റെ റിട്ടേൺ എക്സാമിനേഷൻ്റെ ഒരു മാതൃക എന്നുള്ളത് ഇപ്പോൾ എയർഫോഴ്സിൻ്റെ എക്സ് ഗ്രൂപ്പ്, വൈ ഗ്രൂപ്പ്, മെഡിക്കൽ അസിസ്റ്റൻറ്റിന് അപ്ലിക്കേഷൻ കൊടുത്ത ഉദ്യോഗാർത്ഥികൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് ഇതിനെ എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു നടുക്ക് കിട്ടിയ ഒരു ചാൻസ് ആണിത്. കാരണം സെപ്റ്റംബർ 25-നാണ് നമ്മുടെ എക്സാം നടക്കാൻ പോകുന്നത്. പക്ഷേ ഈ ഓപ്പൺ റാലിയുടേത് ഈ മാസം 30, 31. അപ്പോൾ ഈ ഒരു പകുതി സമയത്തിനുള്ളിൽ നമുക്ക് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ മനസ്സിലാവും എങ്ങനെയാണ് എയർഫോഴ്സിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ നടക്കുന്നത് എന്നുള്ളത്. അത് തന്നെ ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് കഴിഞ്ഞ എക്സാമിനേഷന് വേണ്ടിയിട്ട് അപ്ലിക്കേഷൻ കൊടുത്ത ഓരോ ഉദ്യോഗാർത്ഥിയും നിർബന്ധമായിട്ടും പോവുക. അതുപോലെ തന്നെ ഇതിന് അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കാത്ത, കാരണം ഡൊമസ്റ്റിക് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബാക്കി സർട്ടിഫിക്കറ്റ് കൊണ്ടുള്ള പ്രശ്നങ്ങൾ കാരണം ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ കാരണം ഓൺലൈൻ അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കാത്ത ഓരോ ഉദ്യോഗാർത്ഥിയും എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പ്രിപ്പറേഷൻ ആരംഭിക്കുക. അതുപോലെ അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കാത്ത ഓരോ ഉദ്യോഗാർത്ഥിയും ഈ ഒരു 30, 31, അതുപോലെ തന്നെ പെൺകുട്ടികളാണെങ്കിൽ 5, 6 എന്ന തീയതി വെയിറ്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിക്കുക. എല്ലാവരും, കേരളത്തിലെ എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ ഒരു ഏജ് ലിമിറ്റിനകത്തും, കാരണം ഏജ് ലിമിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു 17, 21, 2005 ജനുവരി 1 തൊട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അവിടെ പോയിട്ട് നമ്മൾ ഇതിൻ്റെ ടെസ്റ്റ് എടുക്കാവുന്നതാണ്. അതുപോലെ 2009 ജൂലൈ 1 വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഡോക്യുമെൻ്റ് സഹിതം അവിടെ പോയിട്ട് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. നല്ലൊരു അവസരമാണ്. ആയതിനാൽ ഈ ഒരു വീഡിയോ മാക്സിമം കേരളത്തിലെ എല്ലാ +2 യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിലേക്കും ഷെയർ ചെയ്യുക. അതുപോലെ എല്ലാവരെ കൊണ്ടും മാക്സിമം, നിങ്ങളുടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ, മക്കളായിക്കോട്ടെ, അല്ലെങ്കിൽ സുഹൃത്തുക്കളായിക്കോട്ടെ, എല്ലാവരും കൊണ്ട് ഇതിന് അന്നത്തെ ദിവസം, അതായത് ഓഗസ്റ്റ് 30, 31, പെൺകുട്ടികൾക്കാണെങ്കിൽ സെപ്റ്റംബർ 5, 6 തീയതികളിലേക്ക് നിർബന്ധമായിട്ട് അവിടെ പോകാൻ പറയുക. താങ്ക് യു.